എറണാകുളം കുറുപ്പംപടിയിൽ ബാലികമാരെ പീഡിപ്പിച്ചു. സംഭവത്തിൽ അമ്മയുടെ ആൺസുഹൃത്ത് അയമ്പുഴ സ്വദേശി ധനേഷ് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കുട്ടികൾ സുഹൃത്തുക്കൾക്ക് അയച്ച കത്തിലൂടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. വിവരങ്ങളുമായി അമൽ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അമൽ, വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. അമ്മയുടെ ആൺസുഹൃത്ത് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു. ആ സംഭവം അമ്മ അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്ന ആക്ഷേപം ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. പോലീസ് ഇപ്പോൾ ഈ സംഭവത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മനു, 12-10 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരിമാരെയാണ് ഈ അമ്മയുടെ ആൺസുഹൃത്ത് പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ അമ്മയുടെ ആൺസുഹൃത്ത് എല്ലാ ശനി ഞായർ ദിവസങ്ങളൊക്കെ ഈ വീട്ടിൽ വരുമായിരുന്നു. അത്തരത്തിൽ ഒരു സൗഹൃദം സ്ഥാപിക്കുക കൂടി ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മ ആ വീട്ടിലുണ്ടായിരുന്നില്ല. ആ ഒരു സമയം നോക്കിയിട്ടാണ് ഈ സഹോദരിമാരെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പീഡന വിവരം അമ്മയോട് പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഒരു പീഡനം നടന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ 3-4 ദിവസം കഴിഞ്ഞിട്ടും അമ്മ ആ ഒരു പീഡന വിവരം പുറത്തു പറയാതെ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇതിലെ മൂത്ത കുട്ടി ഇത്തരത്തിൽ തന്റെ സഹപാഠിക്ക് ഒരു കത്തെഴുതുകയാണ്. ആ കത്തിൽ ഇത്തരത്തിൽ ഈ പീഡനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിരുന്നു. ആ കത്ത് ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുകയും ആ ക്ലാസ് ടീച്ചർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ പ്രതിയെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ മൊഴിയൊപ്പം തന്നെ അമ്മയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കുറുപ്പുംപടി പോലീസാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. വളരെ ഗൗരവകരമായ ഒരു കേസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 5ാം ക്ലാസ്സിലോ ഒപ്പം തന്നെ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മ ഇത്തരത്തിൽ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടും അത് പുറം ലോകം അറിയാതെ തന്റെ ആൺ സുഹൃത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിയമ നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, അമൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്.